നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആദിത്യദശ കാലഘട്ടത്തെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 6 വർഷക്കാലമാണ് ആദിത്യദശ അനുഭവിക്കേണ്ടത്. ആദിത്യദശാകാലം ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവിക്കണമെന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇഷ്ടസ്ഥാനത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യൻ്റെ ദശാകാലത്ത് പുത്രലാഭം, സുഖം, കീർത്തി, അർത്ഥലാഭം, ഉദ്യോഗലാഭം ഇവ ഭവിക്കും. അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ കർമ്മവൈകല്യം, ജനവിരോധം, പിതൃദുരിതം, മാനഹാനി, രോഗം, സർക്കാർ ശിക്ഷയോ താക്കീതോ എന്നിവയും ഭവിക്കുന്നതാകും. മേടം, ചിങ്ങം, കർക്കിടകം, വൃശ്ചികം, ധനു, മീനം ഈ രാശിയിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദശാകാലം ശോഭനമായിരിക്കും. ഇടവം, തുലാം ഈ രാശികളിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ഭാര്യാസംബന്ധമായ ദുരിതങ്ങൾ അനുഭവിക്കും. തുലാം രാശിയിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ അവനവനു തന്നെയോ ദേഹദുരിതമോ രോഗമോ സംഭവിക്കാം. മിഥുനം, കന്നി ഈ രാശികളിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ധനലാഭം, കാവ്യ സാഹിത്യാദി കലകളിൽ നൈപുണ്യം, കീർത്തി ഇവ സിദ്ധിക്കും. മകരം, കുംഭം ഈ രാശികളിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ഭാര്യാപുത്രാദികൾക്ക് ദുരിതം, ദുഷ്കീർത്തി, ധനത്തിനു നാശം ഇവ അനുഭവപ്പെടാം. ലഗ്നാൽ കേന്ദ്രത്തിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ പ്രത്യേകിച്ച് 7-ൽ സ്ഥാനഭ്രംശം, വ്യാപാര തോൽവി, ഭാര്യാവിരഹം മുതലായ കഷ്ടതകൾ അനുഭവിക്കും. ലഗ്നത്തിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദശ ദോഷകരമാണ്. പലവിധ ക്ലേശങ്ങൾ ഉണ്ടാകും. പക്ഷേ ആദിത്യൻ ലഗ്നാധിപനായാൽ ദശാഫലം ശോഭനമായിരിക്കും. ലഗ്നാധിപൻ്റെ ദശ എപ്പോഴും അനുകൂല ഫലപ്രദമാണ്. 2-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദശയിൽ ഭാര്യയ്ക്കും ധനത്തിനും നാശം, വിരഹം, കുടുംബകലഹം ഇത്യാദി ദോഷങ്ങൾ ഉണ്ടാകുന്നു. 3-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദശയിൽ എല്ലാ കാര്യത്തിലും സാമർഥ്യം, സുഖം, അർദ്ധസിദ്ധി ഇവ സിദ്ധിക്കും. 4-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ഭൂമി, വാഹനം, കൃഷി ഇവയ്ക്ക് നാശം സംഭവിക്കുകയും സുഖഹാനി, മാതാവിന് ദുരിതം, കുടുംബകലഹം ഇത്യാദി ദോഷങ്ങൾ ഉണ്ടാകുന്നു. 5-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ സർക്കാർ സംബന്ധമായോ ഉദ്യോഗ സംബന്ധമായോ വീഴ്ചയും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നു. 6-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ധനനാശവും ദുഃഖവും അനുഭവപ്പെടും. 7-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ഭാര്യയ്ക്ക് രോഗം സംഭവിക്കാം. 8-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ നേത്രരോഗവും സ്ഥാനഭ്രംശവും പലവിധേനയുള്ള ദേഹക്ലേശങ്ങളും രോഗവും ഭവിക്കുന്നു. 9-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ഉദ്യോഗ സംബന്ധമായോ സർക്കാർ സംബന്ധമായോ ഉള്ള കുഴപ്പങ്ങൾ, ഭാര്യാഹീനത, പരാജയം, പിതാവിന് ദോഷം എന്നിവ ഫലം. 10-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ഉദ്യോഗത്തിന് ഉന്നതിയും വ്യാപാരത്തിൽ ഉയർച്ച, തൊഴിലിൽ ഉയർച്ച, സർവകാര്യങ്ങൾക്കും വിജയം സിദ്ധിക്കുന്നു. 11-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ഉദ്യോഗലാഭം, ഉദ്യോഗത്തിൽ ഉയർച്ച, പുത്രസൗഖ്യം, സൽക്കർമ്മസിദ്ധി, പലവിധേനയുള്ള അർദ്ധലാഭം എന്നിവ ഫലം. 12-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ധനനാശം, നേത്രരോഗം, ഭാര്യാപുത്രാദികൾക്കോ മാതാപിതാക്കൾക്കോ ദുരിതപരാജയം, പലവിധേനയുള്ള ക്ലേശം ഇവയൊക്കെ അനുഭവ ഫലമാകുന്നു. ആദിത്യ ദിശയിൽ അപഹാരകാലം 3 മാസവും 18 ദിവസവും. രോഗം, ഭയം, ശത്രുദോഷം, ബ്രാഹ്മണരിൽ നിന്നോ രാജാക്കന്മാരിൽ നിന്നോ ധനലാഭം, ബന്ധുകലഹം, മനോവേദന, അന്യദേശ സഞ്ചാരം, പിതൃദുരിതം എന്നിവ അനുഭവത്തിൽ വരാം. ദോഷപരിഹാരത്തിന് മൃത്യുഞ്ജയ ഹോമം, മഹാമൃത്യുഞ്ജയ മന്ത്രജപം. സൂര്യനിൽ ചന്ദ്ര അപഹാരകാലം 6 മാസം. പുതിയ പ്രവർത്തനങ്ങൾ, ബന്ധുജനാനുകൂല്യം, അധികാരികളുടെ പ്രീതി, ആരോഗ്യം, പാണ്ഡു സംബന്ധമായ രോഗങ്ങൾ, ബിസിനസ്സിൽ പുരോഗതി എന്നിവ അനുകൂല ഫലങ്ങളും ചന്ദ്രൻ ദുർബലനായാൽ പ്രതികൂല ഫലങ്ങളും വരും. ദോഷപരിഹാരാർത്ഥം വെളുത്ത പശുവിനെ ദാനം ചെയ്യുക. സൂര്യനിൽ ചൊവ്വ അപഹാരകാലം 4 മാസവും 6 ദിവസവും. പിത്തരോഗം, ഉഷ്ണരോഗങ്ങൾ, അഗ്നിഭയം, ചോരഭയം, രത്നം, സ്വർണം തുടങ്ങിയവയുടെ ലാഭം, ധനനഷ്ടം, പരാജയം, അപകടങ്ങൾ, രോഗശാന്തിക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും
ശിവക്ഷേത്ര ദർശനവും നടത്തുകയും സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം നടത്തുകയും ശിവന് ജലധാര നടത്തുകയും ചെയ്യുക. സൂര്യനിൽ രാഹു അപഹാര കാലം 10 മാസവും 24 ദിവസവും. കാര്യപരാജയം, ദുരിതങ്ങൾ, മനോവേദന, കുടുംബകലഹം, അപവാദം, ശത്രുദോഷം. ദോഷപരിഹാരത്തിനായി സർപ്പക്ഷേത്ര ദർശനവും സർപ്പരാജാക്കൾക്ക് 100 പാലും നൽകുന്നതും ഉത്തമമാകുന്നു. സൂര്യനിൽ വ്യാഴ അപഹാര കാലം 9 മാസവും 18 ദിവസവും. ധാർമ്മിക പ്രവർത്തികൾ, വിദ്യാലാഭം, തൊഴിൽ വിജയം, സന്താനലാഭം, ഉന്നത വ്യക്തികളുമായി സഹകരണം. ദോഷപരിഹാരത്തിനായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും മഹാവിഷ്ണുവിന് പാൽപ്പായസം നൽകുന്നതും ഉത്തമമാകുന്നു. വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും ഉത്തമം. സൂര്യനിൽ ശനി അപഹാര കാലം 11 മാസവും 12 ദിവസവും. ബന്ധുക്കൾക്ക് രോഗദുരിതങ്ങൾ, അപകടങ്ങൾ ഉണ്ടാകുകയും ധനനഷ്ടം, ചോരഭയം, പുതിയ ശത്രുക്കൾ. ദോഷപരിഹാരാർത്ഥം മഹാമൃത്യുഞ്ജയ ജപം നടത്തുന്നത് ഉത്തമമാകുന്നു. സൂര്യനിൽ ബുധാപഹാര കാലം 10 മാസവും 6 ദിവസവും. മനോദുരിതം, ബന്ധുജനകലഹം, സമ്പത്ത്, വിദ്യാലാഭം, പദവി, വസ്ത്ര ആഭരണാദി ലാഭം, ഭയം, ഉത്കണ്ഠ. ദോഷപരിഹാരത്തിന് മഹാവിഷ്ണു സഹസ്രനാമജപം. സൂര്യനിൽ കേതു അപഹാര കാലം 4 മാസവും 16 ദിവസവും. രോഗം, മനോദുരിതം, അധികാരികളുടെ എതിർപ്പ്, ധനനഷ്ടം, വിദേശവാസം. ദോഷപരിഹാരത്തിന് മഹാമൃത്യുഞ്ജയ ജപം നടത്തുക. സൂര്യനിൽ ശുക്ര അപഹാര കാലം 1 വർഷം. വാഹനലാഭം, ധനലാഭം, രത്നലാഭം, അധികാരികളുടെ ആനുകൂല്യം, വിവാഹം. ദോഷപരിഹാരത്തിന് മഹാമൃത്യുഞ്ജയ ജപം നടത്തുക.